ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 18 മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ആദ്യം തന്നെ ഒരു പോസിറ്റീവ് വാർത്ത പറയാം. ഇന്നലെ FIS മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഡിസംബറിൽ ആദ്യമായിട്ടാണ് അവർ ഇന്നലെ നെറ്റ് ബയേഴ്സ് ആയത്. അതിന് മുമ്പുള്ള 17 ദിവസങ്ങളിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഏകദേശം 23,000 കോടി രൂപയുടെ സെല്ല് നടത്തി. ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ്. ഈവൻ ജപ്പാനിലെ ബോണ്ട് ഈൽഡ് റൈസ് ചെയ്യുന്നു എന്നൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. US ജോബ് ഡാറ്റ വന്നു, അവിടെ റിസഷൻ സാധ്യതകൾ കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. മാർക്കറ്റിന് നെഗറ്റീവാണ്. ഇനി നമ്മുടെ നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഡേയ്സ് നിഫ്റ്റി റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ നിഫ്റ്റി 25,930 ഒരു അപ്പ് വന്നതിന് ശേഷം അവിടെ നിന്നും ഏകദേശം ഒരു 140.25 770 താന്നു. പക്ഷേ ക്ലോസിംഗ് സമയത്ത് നിഫ്റ്റി ചെറിയ റിക്കവറി നടത്തി 25,800 റിക്കവറി നടത്തി. ഇനി നമുക്ക് ഇന്നലെ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ AI ബബിളിന്റെ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഹെവി വെയിറ്റ് അവിടുത്തെ ഇൻഡെക്സിലെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഇന്നലെ 418 പോയിന്റ് നാസ്ഡാക്ക് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 1.16% ഡൗൺ ആയിരുന്നു. കൂടാതെ ഡോ ജോൺസും ഇന്നലെ നെഗറ്റീവ് ആയിരുന്നു. അതിൽ AI ബബിളിന്റെ ആശങ്ക നിൽക്കുന്നു. ടെക് ഹെവി വെയിറ്റ് കമ്പനികളെല്ലാം ഈ AI ഇഷ്യൂ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ വലിയ രീതിയിൽ ഫോളോ ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ അവിടെ ഒറാക്കിൾ എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ സെപ്റ്റംബറിലെ ഹൈയിൽ നിന്നും ഏകദേശം 48% അവർ ഡൗൺ ആയിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടാതെ അവിടെ ഇന്ന് ധനനയ സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗങ്ങളുണ്ട്. മെയിനായിട്ടും 3 ബാങ്കുകളുടെ യോഗം ആണ് എന്നുള്ളത്. ഒന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ദെൻ ബാങ്ക് ഓഫ് ജപ്പാൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഡാറ്റയാണ്. അവരുടെ ഡാറ്റ ഇന്ന് വരും. ഇനി നമ്മുടെ RBIയുടെ ഭാഗത്തു നിന്നും റുപ്പീനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നലെ ഇടിഞ്ഞ റുപ്പിയുടെ മൂല്യം 91.36 എന്നുള്ള റെക്കോർഡ് ഹൈയിൽ നിന്നും അത് 90 താഴുകയും പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഉയർന്ന് ഏകദേശം 90 അബോവ് ആയിട്ട് ക്ലോസ് ചെയ്യാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഓലയിൽ ഇടിവുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഓല. ഓലയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് വലിയ രീതിയിൽ സെല്ല് ചെയ്യുന്നു. 26 മില്യൺ ഷെയർസ് അവർ സെല്ല് ചെയ്തു. അത് ഓലയുടെ ഫൗണ്ടർ ലോൺ തിരിച്ചടയ്ക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് ഓലയുടെ ഷെയർസ് സെല്ല് ചെയ്തു. 26 മില്യൺ ഷെയർസ് സെല്ല് ചെയ്തു. മാർക്കറ്റിനത് ഇന്നലെ നെഗറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തിരുന്നു. മീഷോ 20% ഇന്നലെ യൂസ് അടിച്ചിരുന്നു. മീഷോ ഏകദേശം 110 നിന്നും ഏകദേശം 200 മുകളിൽ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അവരെ UBS അവരെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവായ ന്യൂസാണ്. ഇനി സിൽവർ ഓൾ ടൈം ഹൈയിലാണ് സിൽവർ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ ഹിന്ദുസ്ഥാൻ സിങ്ക് മാർക്കറ്റിൽ ഇന്നലെ അപ്പായിരുന്നു. അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇന്നലെ മാർക്കറ്റിനെ വലിയ രീതിയിൽ താഴേക്ക് കൊണ്ടുപോകാൻ കാരണക്കാരായ സ്റ്റോക്സുകൾ നോക്കാം. ഒന്ന് മാക്സ് ഹെൽത്ത് കെയർ 4%, അപ്പോളോ ഹോസ്പിറ്റൽ 1.8%, ട്രെൻഡ് 1.55%. ട്രെൻഡ് ശ്രദ്ധിക്കുക, 52 വീക്ക് ലോയുടെ അടുത്താണ് ട്രെൻഡ് ട്രേഡ് ചെയ്യുന്നത്. HDFC ലൈഫ് 1.42% ഡൗൺ ആയിരുന്നു. കൂടാതെ മിഡ് ക്യാപ് സെക്ടറും ഇന്നലെ ഫോൾ ആയിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ഇന്നലെ ഫോൾ ആയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ ഓർഡർ കിട്ടിയ നോക്കാം. NTPCക്ക് അവർക്ക് 37 മെഗാവാട്ട്സിൻ്റെ ഒരു ഓർഡർ ഗുജറാത്തിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻ്റണി വേസ്റ്റ് കമ്പനിക്ക് 1330 കോടി രൂപയുടെ ഒരു പുതിയ സോളിഡ് വേസ്റ്റ് കോൺട്രാക്റ്റ് മുംബൈയിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റിനെ വലിയ രീതിയിൽ താഴാതെ ഹെൽപ്പ് ചെയ്തത് ഒരു സ്റ്റോക്ക് SBI ആയിരുന്നു. SBIനെ സിറ്റി ഗ്രൂപ്പ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ഇന്നലെ സ്റ്റോക്ക് 1.5% അപ്പായിരുന്നു. കൂടാതെ മാരുതി അവരുടെ പുതിയ വാഗനാറിൽ പൈലറ്റ് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു പോസിറ്റീവായ ന്യൂസാണ്. ശ്രീറാം ഫിനാൻസ് ജപ്പാൻ കമ്പനി അവർക്ക് 4 ബില്യൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജപ്പാൻ കമ്പനി 4 ബില്യൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രീറാം ഫിനാൻസിൽ ചെയ്യുമെന്നുള്ളത്. കൂടാതെ TCS ഇന്നലെ അപ്പായിരുന്നു. മെയിനായിട്ടുള്ള കാരണം അവർ ഭൂട്ടാനിലെ
പുതിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതൊരു പോസിറ്റീവ് ന്യൂസാണ്. റോയൽ ഓർക്കിഡ് ഹോട്ടൽ, നമ്മൾ മുൻപും ചില ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വെക്കേഷൻ ടൈമിൽ ഇവർക്ക് ബിസിനസ് കൂടാൻ സാധ്യതയുണ്ട്. ഇവർ 43 മുറിയുള്ള ഹോട്ടൽ ഹിമാചൽ പ്രദേശിൽ അക്വയർ ചെയ്തു എന്നുള്ളതൊരു പോസിറ്റീവ് ന്യൂസാണ്. സിഎൻഡ് അവർ US ബേസ്ഡ് ഒരു കമ്പനി ആയിട്ടുള്ള കൈനറ്റിക് എനർജി അവരുമായി ഒരു $93 മില്യൺ കമ്പനി അക്വയർ ചെയ്തു. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ കമ്പനീനെ സിഎൻഡ് അക്വയർ ചെയ്തു, ഒരു പോസിറ്റീവ് ന്യൂസാണ്. HCL ടെക് അവർ നെതർലാൻഡിലെ നെതർലാൻഡ് ഒരു ബാങ്കായിട്ട് HCL ടെക് ഇന്നലെ പുതിയ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇൻഡസൻഡ് ബാങ്ക് അവരുടെ ചീഫ് ട്രാൻസ്മിഷൻ ഓഫീസർ റിസൈൻ ചെയ്തു എന്നുള്ളൊരു നെഗറ്റീവ് ന്യൂസാണ്. കാംസ് RBI ഓഫ്ലൈൻ പേയ്മെൻറ്റുമായി വർക്ക് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഇവർക്ക് ഇൻഡസൻഡ് ബാങ്കിന് കൊടുത്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ അപ്ഡേറ്റ്സ് എപ്പോഴും നിങ്ങൾക്ക് ആ ദിവസത്തെ വാർത്തകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്റ്റോക്കുകളുടെ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇനി കൂടാതെ AMCയുമായി ബന്ധപ്പെട്ട് ചേരുന്ന ചെലവുകൾ, അതായത് TR നിയമങ്ങളിൽ സെബി മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇത് AMCയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ എന്താ പറയുക, വോൾട്ടാലിറ്റി കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കാവുന്ന കുറച്ച് ഷെയർസ് ഞാൻ പറയാം. മോത്തിലാൽ ഒസ്വാൾ, HDFC AMC, നിപ്പോൺ AMC, ആദിത്യ ബിർള AMC, UTI AMC. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഗൂഗിൾ പേയും ആക്സിസ് ബാങ്കും ചേർന്ന് പുതിയ റുപ്പേ കാർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. UPI ആയിട്ട് നേരിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് റിവാർഡ്സും ക്യാഷ് ബാക്കൊക്കെ ഉള്ളതാണ്. ആക്സിസ് ബാങ്കിനെ ഡിജിറ്റൽ സെക്ടേഴ്സിനെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ബാങ്ക് ഓഫ് ബറോഡ അവർക്ക് ONGC വിദേശിൻ്റെ അനുബന്ധ സ്ഥാപനത്തിന് $500 മില്യൺ വിദേശ വായ്പ നൽകി. അത് ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ലോൺ സെക്ടേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഒരു പോസിറ്റീവ് ന്യൂസാണ്. വൺ മൊബിക്വിക്ക് സിസ്റ്റം അവർ പുതിയ ചെയർപേഴ്സണെ നിയമിച്ചു, പോസിറ്റീവ് ന്യൂസാണ് കമ്പനിക്ക്. ഇനി കൂടാതെ GMR പവർ ആൻഡ് അർബൻ ഇൻഫ്ര GMR പവർ ആൻഡ് അർബൻ ഇൻഫ്ര 1200 കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് പ്ലാൻ കമ്പനി ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അൾട്രാടെക് സിമെന്റ് അവർക്ക് GST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചു, നെഗറ്റീവ് ന്യൂസാണ്. 71 ലക്ഷം രൂപയുടെ ഒരു GST ഡിമാൻഡ് നോട്ടീസാണ് ലഭിച്ചത്. മാർക്കറ്റിലെ ലഭ്യമായ ന്യൂസുകൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഡൗട്ടുകൾ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക.